ഷീ ബിൽസ് ഷീ ലീഡ്സ്. ഈ ഇവിടെ വരാനിരുന്ന മൈത്രി എന്നോട് പറയേണ്ടത് ഈ സെഷൻ ഇങ്ങനെ വന്നപ്പോൾ ഐ റിയലി ഡോണ്ട് ലൈക്ക് പീപ്പിൾ കോൾ മീ വിമൻ ഓൺട്രപ്രണർ എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മൈത്രി അത് ഞാനല്ല, ആൾക്കാരാണ് അങ്ങനെ വിളിക്കുന്നത്. നമുക്ക് എന്താ പറയുക, മെന്നെന്നോ വിമനെന്നോ ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ഓൺട്രപ്രണർ. നിങ്ങളോട് എനിക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഐ എം സോ ക്യൂരിയസ് ബിക്കോസ് എൻ്റെ ഈ ഒരു 18 വർഷത്തെ ജേർണിയിൽ, ഒരു 7 സ്റ്റാർട്ടപ്സിൻ്റെ ജേർണിയിൽ ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളും ഫൗണ്ടേഴ്സും ഒക്കെയും ഞങ്ങൾ ഫൗണ്ടേഴ്സായിട്ട് മീറ്റ് ചെയ്തു. പല സമയങ്ങളിലും സാഹചര്യങ്ങളിലും അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോഴും എൻ്റെ പല വിമൻ ഓൺട്രപ്രണർ സുഹൃത്തുക്കളുമായിട്ട് വളരെ നല്ല കണക്റ്റഡ് ആണ്. ചിലരൊക്കെ തന്നിട്ടുള്ള അമേസിങ് കണക്ട്സ് ഒക്കെയും ഒരുപാട് ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോഴും അവരൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നു പല പല രീതിയിൽ. ഐ വാസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് വിഷസ് ബിഫോർ ദിസ് ഇവൻറ്റ്, ഡു വെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇൻ മെനി വേയ്സ് ഐ എം ഇൻഡപ്റ്റഡ് ടു ദം. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്ത രണ്ടുപേരും ആക്ച്വലി തിരുവനന്തപുരത്തുകാരാണ്. ആൻഡ് യു മൂവ് ടു കൊച്ചിൻ. I know the reason, but we are not going to tell it over here. എത്രമാത്രം അത് ആ ഒരു ജേർണി എളുപ്പമായിരുന്നോ, അല്ലെങ്കിൽ അതിലെന്തൊക്കെ I'm pretty sure that you'd be having a lot of hurdle stories to say. അതിനെപ്പറ്റി ഒന്ന് പറയൂ. എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ചലഞ്ചിങ് ആയിരുന്നു ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്? ഒന്ന് ഫാമിലി, 2 സൊസൈറ്റി, പിന്നെ 3 ഓൺ അവർ സെൽഫ്സ്. ലൈക്ക് നമ്മളെപ്പോഴും അത് സാധാരണ എല്ലാ ഓൺട്രപ്രണേഴ്സിനും ഉണ്ട്, മെന്നൊന്നുമില്ല, ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, കാശ് പോവുമോ, എന്നെ ബാക്കിയുള്ള ആൾക്കാർ കാണുന്ന ആ പെർസെപ്ഷൻ മാറിപ്പോവോ എന്നൊക്കെയുള്ളത്. ഹൗ വാസ് യുവർ, എന്താ പറയുക, നിങ്ങളുടെ സ്റ്റോറി എങ്ങനെയായിരുന്നു? ഹൗ വാസ് ദാറ്റ് സ്റ്റോറി, പ്ലീസ്? Thank you so much, first of all, for having me here. All these entrepreneur word really, in fact, you know, my father, Achyutan, ഞാൻ ഇവിടുന്ന് തന്നെയാണ്, I'm from Peta. So my father's place is in Katakada. So while we were crossing that place, it was a nostalgia for me. എൻ്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എന്താണ് കഴിച്ചത്, വേറെ ആരും അത് കഴിക്കല്ല് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ്. ബിക്കോസ് ഓൺട്രപ്രണർ ആകാനുള്ള ആ ഒരു വേം, ഒരു പുഴു, ഐ തിങ്ക് ഇറ്റ് വാസ് ദെയർ സിൻസ് ദ ടൈം ഐ അണ്ടർസ്റ്റുഡ് ദ വേൾഡ്. So even when I was working, I was always in search of my independence, you know, financial independence, emotional independence. And coming from a great place like Trivandrum, and the upbringing that I got, I think I could actually see that I wanted to do lot many things in my life. അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. And further, I'm really grateful to my dad because he came from a very below middle class family from Katakada. And because of the education that he gave me, like he could have easily stayed in, you know, Katakada, but we moved to Trivandrum, Peta, and he put me in Kendriya Vidyalaya, because of which I got good education and I could, you know, put that wings on myself to dream high. Okay, I'm really grateful to him for that. Further, Achyutan, coming to the point you asked me about the entrepreneurial journey. See, we all need to understand something very important in life, that, you know, no one is here coming to actually build this dream for you. You have to do that alone. The thing is that what I understood from my journey, the learning that I got is that it is not going to be easy for you. Okay, it is not going to be bed of roses. It is not going to be comfortable also. You have to come out of your comfort zone, work every day towards the dream that you have. Okay, so in this journey you can find lot of people who will judge you. നിങ്ങളെ ഒത്തിരി പേര് ജഡ്ജ് ചെയ്യും. And you will have time when you're financially stuck also, because as I told you, most of us are from the middle class family, and unfortunately or fortunately, those are the ones who dream high also. So there is nothing like working capital always with us. But with the determination of reaching that point, you just forget about the insult that comes on the way. You forget about all the lacks, all the liabilities. You just have to concentrate on one thing, that one day you're going to turn the thing around and you will achieve it.
if you have that confidence, because I had a long story of struggle, but I would take all of this today as learning, because if these learnings were not there, e-learnings illayirunengil, Deepa wouldn't have been built. And in fact, my baby stay out preschool, I'm really proud to say that this is the first 24/7 daycare. So that is something really I built out of my own struggle. There was a time when I was a young mother of twins, boys, and I was not able to find a place where I could put my 2-year-old twins after 5 o'clock. I was a very ambitious lady. I was working as an HR manager in corporate in Pune. Okay, not even in Trivandrum. I'm telling you, in Tier 1 city like Pune, there was not even a place to put my child after 5 o'clock. And one day, the experience really made me take a decision that I have to dream of this big dream. That is, when I came back from my office, I was late around 45 minutes. They had given me enough warnings that, this wouldn't work. Our people don't work after this. I came at around 5:45, 6 o'clock to pick up my children. That is when I came to know that the whole school, I don't want to even name the school for that matter, that school left my kids like that. They just lashed the gate and they just left. When I went there, 3 things came to my mind. I'm going to be judged badly by my family because anything would have happened to my children, my in-laws would have killed me, one. Second thing is that, am I a good mother? That guilt factor came out if something would have happened to my children. And the third thing is that, should I leave my job? Because after all, why am I working? It's for my kids. So, but that same day I had the determination to dream that I have to come up with a preschool and a daycare that works 24/7. Because I wanted every woman to feel guilt-free while being ambitious, while being independent, and while, dreaming high. Because it is not wrong to be ambitious, and it is not wrong to be equally with men in even earning, for that matter. You don't have to really compromise at home and be there to take care of your kids. Yes, definitely, we all love our kids. That doesn't mean that, you can't work. So that was one. But I'm really grateful to that organization because of which that thing came into my mind. And since then, the seed that went into my body, I saw it, I think, in the year 2017 first with another partner of mine. But again, there was a great learning there. I had to get separated from that partnership, and we again started in 2019. So the brand is doing really well. And when people talk about women empowerment, I'm telling you, I really enjoy the true sense that I did, because when the parents come and say that it is because of you, Deepa, that we are able to see the child, because I have given one more facility. Usually when we talk about daycare at the age of 1.5 years, grandparents really try to get involved, and they don't allow. They say that, child should not be left to daycare at the very young age. But at the same time, when I gave the remote camera access to the parents to see from anywhere in the world, that guilt-free parenting really took, you can say, trust and that momentum. So I really mean what I say. I wanted to empower every woman. We wanted to expand everywhere, because I understand that, in Tier 1 cities, it's very difficult to, get a daycare or a preschool which really works 24 and which is really safe. I wanted to ensure the both sensitive areas of this industry. So yeah, that's how it is. And I will tell you that no journey is going to be easy for you, not the financial journey that we craft ourselves with the permutation combination that we try to use, or you are with people who judge you every day. You are with friends who judge you every day, so it is not an easy and steady journey. If you have to be an entrepreneur, you have to be ready for everything. Yes. രണ്ട് കാര്യങ്ങളാണ് ദീപ പറഞ്ഞതിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, മനസ്സിലാക്കിയത്. ഒന്ന്, ഈ
ഈ ഒരു ഇവൻറ്റിൻ്റെ മുന്നേയൊക്കെയും ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ഹേർഡിൽസ് സ്വാഭാവികമായിട്ട് ഓരോരോ ദിവസം ഓരോരോ പരിപാടികളാണല്ലോ. ഇതെന്ത് ഇന്നൊന്നും വന്നില്ലെന്ന് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ ഇന്നൊന്നും എന്താ പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് ടീമിനോട് പറയുന്നൊരു എക്സാമ്പിളുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനമ്മയും VSSയിലായിരുന്നു. അപ്പോൾ കൂടുതൽ റോക്കറ്റ്സൊക്കെ കണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ അങ്ങോട്ട് പോയി. നമ്മൾ വളരെ ആക്ച്വലി ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. വളരെ നല്ല മനോഹരമായ ഒരു PSLV ഒക്കെ ഉണ്ടാക്കി അതൊരു 100 അടി 150 അടിയൊക്കെ പൊക്കത്തിലൊക്കെ ഉണ്ടാക്കി ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ ലോഞ്ച് പാഡിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോവില്ല. റോക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ എന്ത് കൊടുക്കണം? പ്രഷർ ഉണ്ടാക്കുന്നത് എന്താ? ആ ഫ്യൂല് കൊണ്ട് പ്രഷർ ഉണ്ടാക്കുമ്പോൾ അവിടെ വരുന്നത് എന്താ? തീ, ഫയർ. അപ്പോൾ ഫയർ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലേ ഇത്രയും ഭാരമുള്ള റോക്കറ്റ് ആണെങ്കിലും മേളിലോട്ട് പോവുള്ളൂ. ഞാൻ വേറൊരു കാര്യം കൂടെ ടീമിനോട് പറയാറുള്ളത്, രസമായിട്ട് പറയാറുണ്ട്, വേറൊന്നുമല്ല, ക്യാൻ യു ഗീവ് മി എ സൊല്യൂഷൻ? നിങ്ങൾക്ക് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റുമോ? You're asking me, yes, that you want solution for keeping that fire up. ഇല്ല, എനിക്കൊരു സൊല്യൂഷൻ വേണം. Okay. അത് പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്കൊരു സൊല്യൂഷൻ മതി. In terms of? കറക്റ്റ്, അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താ തൻ്റെ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രശ്നം നല്ലതാണോ ചീത്തയാണോ മോശമാണോ? Problems are always learning. Exactly. ആ പ്രോബ്ലംസ് എപ്പോഴും ആ ഫയറാണ്. നമുക്കൊരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്തിൻ്റെ സൊല്യൂഷനാണ് വേണ്ടതെന്ന് ചോദിക്കില്ലേ? പ്രോബ്ലം ഇല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ സൊല്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോബ്ലം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കാറുണ്ട്. വിത്തൗട്ട് എനി പ്രോബ്ലം വി കനോട്ട് സോൾവ് എനിത്തിങ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഫയർ, അത് നേരത്തെ ആരോ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ ഫയറിൻ്റെ ബെല്ലി, അത് നല്ല രീതിയിൽ ഫയറിൻ്റെ ബെല്ലി അല്ല ഫയറിൻ്റെ ആസും വേണം. എന്നതിന് മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരത്തുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ, അത് കുറച്ച് കൂടിയുള്ള ആൾക്കാരാണ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത പലതും നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് I have coming to you, Rukmini Meenambal പേരിൽ നിന്ന് തന്നെ certain things people read always. I hope that you are coming from ഇവിടെ നിന്ന് തന്നെ ഒരു ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. I have a question. സാധാരണ നമ്മൾ ഈ കമ്മ്യൂണിറ്റി വൈസ്, ഞാൻ പറയുന്നത് കാസ്റ്റും റിലീജിയനും തേങ്ങയും വാങ്ങിയൊന്നല്ല കേട്ടോ. ഐ എം ടോക്കിംഗ് അബൌട്ട് that learning that each and every എന്താ പറയുക, റിലീജിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി കൊണ്ടുവരുന്നതിൽ. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ വെരി ഫസ്റ്റ് ഓൺട്രപ്രണർ മീറ്റ് എന്നൊക്കെ പറയാം, അത് കാസർഗോഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ ആ നാട്ടിലേക്ക് ഇത് എപ്പോഴും അത് പറയാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നു, ഓൺ ക്യാമറ കൂടിയാണ്, ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവർ പറയാറുള്ളതാണ്. ഒരു ഹിന്ദുവിന് 10 ഹിന്ദുവിന് എന്തോ ഒരു മുസ്ലിമിന് അരക്കിങ്ങിണി കൊങ്ങിണി എന്നങ്ങനെ പറയും. അതായത് കൊങ്കണി ഭാഷ സംസാരിക്കുന്ന എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഇപ്പോൾ ഗുജറാത്തികളായിക്കോട്ടെ, ഈ ഒരു നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, സർട്ടൻ സെറ്റ് ഓഫ് ബനിയാസ്, ഓൾ ഓഫ് ദം അവർ വർഷങ്ങളായിട്ട് പാരമ്പര്യപരമായിട്ട് ബിസിനസ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ചോദ്യവും ആ ഒരു ബേസിൽ നിന്ന് തന്നെയാണ്. സർട്ടൻ ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമല്ലോ, ഓക്കെ ഇവർ ബിസിനസ്സുകാരായിരിക്കും, ഇവർ ഇന്ന ആളായിരിക്കും എന്നുള്ളത്. വാട്ട് വാസ് യുവർ ബാക്ക്ഗ്രൗണ്ട്? എങ്ങനെയാണ് ഈ ക്യൂറോ കെയർ എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത്? ആൻഡ് ഹൗ മച്ച് യുവർ കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് യു ഇൻ കമ്മിങ് ഫോർവേഡ്? എൻ്റെ ഒരു ദുരവസ്ഥ കൂടി പറയുകയാണ്. You're a woman, I have to ask this question. This is for the camera, for the women entrepreneurs over there. Yes. I hope you got it. Yes, women entrepreneurs, all entrepreneurs, men entrepreneurs are also important. Okay. First of all, I would like to thank you. ഒരു നല്ല സ്റ്റേജും നല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടിയതിന് വെരി താങ്ക്ഫുൾ. ആൻഡ് എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ, ഞാൻ തലശ്ശേരിയിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. ഞാനൊരു തലശ്ശേരി വന്ന ആളാണ്. നമ്മളെ ടൗണിനെ പറ്റി പറയുകയാണെങ്കിൽ
എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു ടൗണാണ് തലശ്ശേരി. അപ്പോൾ അവിടുന്നും എനിക്ക് എൻ്റെ എൻവയൺമെൻറ്റ് വാസ് റിയലി ഗുഡ്. ചൈൽഡ്ഹുഡ് ആയാലും ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ്, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ്സിൽ. അവിടെയും ദ സപ്പോർട്ട് ഐ ഗോട്ട് വാസ് റിയലി ഗുഡ്. എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡ് മോൾഡിങ് ഈസ് വൺ കീ ഫാക്ടർ വിച്ച് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഡ്രൈവ്. എൻ്റെ സ്കൂളിങ് മുഴുവൻ തലശ്ശേരി തന്നെയായിരുന്നു. പിന്നെ ഐ ഡിഡ് മൈ ബിടെക് ഇൻ ബയോടെക്നോളജി. സോ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിൻറ്റ്. ബയോടെക്കിലാണ് ഞാൻ എൻ്റെ ബിടെക് ചെയ്തത്. അതിനുശേഷം എല്ലാവരെയും പോലെ ജോബ് അന്വേഷിക്കുകയായിരുന്നു. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് തിങ് ടു ഡു. ലൈക്ക് വി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ വളർന്നതും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ്. ഐ ഹാവ് വെരി ഗുഡ് ഫാമിലി സപ്പോർട്ടഡ് ബൈ മൈ പേരൻസ് ആൻഡ് മൈ ഹസ്ബൻഡ്. അപ്പോൾ സ്കൂളിങ്ങും കഴിഞ്ഞ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെറിയ കാലം മുതലേ ചെയ്യാനുള്ള സപ്പോർട്ട് എനിക്ക് എൻ്റെ ടൗണ് തന്നിട്ടുണ്ട്, എൻ്റെ സ്കൂള് തന്നിട്ടുണ്ട്, എൻ്റെ പാരൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം ജോബിന് നോക്കുന്ന സമയത്താണ് മോസ്റ്റ് ഓഫ് ദ ഓപ്പണിങ്സ് ദാറ്റ് ടൈം വാസ് ഇൻ ടു കോർപ്പറേറ്റ്. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു സ്വിച്ച് മൈ ഫീൽഡ്. ബയോടെക് പഠിച്ചിട്ട് പെട്ടെന്നൊരു കോർപ്പറേറ്റിലേക്ക് ഐ ഡോണ്ട് വോണ്ട് സ്വിച്ചിങ്. അപ്പോൾ ഐ ഡിസൈഡഡ് ടു പെർസ്യൂ മൈ കരിയർ ഇൻ എൻ്റെ ബയോടെക് ഓർ നാനോ മെഡിസിൻ ഓൺലി. അങ്ങനെ ഞാൻ എംടെക് ഇൻ നാനോ സയൻസ് ആൻഡ് ടെക്നോളജി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസസ് ഇൻ ഇന്ത്യ ഐ വുഡ് സേ. അവിടെ ഉണ്ടായ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഐ ഹാഡ് ഫാക്കൽറ്റീസ് ഹു ഹാഡ് എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഗ്ലോബലി. അപ്പം അത് തന്ന ഓപ്പണിങ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ എത്തിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് റിസർച്ചിലേക്കുള്ള ഒരു ഓപ്പണിങ് കിട്ടിയതും. ദ ഫെസിലിറ്റീസ് വി ഹാഡ്, ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടേണ്ട ഇൻറ്റേൺഷിപ്സും എക്സ്പോഷറും ട്രെമൻഡസ് ആയിരുന്നു. അവിടെ നിന്നായിരുന്നു എൻ്റെ റിസർച്ച് ഗ്രാൻഡിലേക്ക് ഉള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഐ ഡിഡ് PhD and all my education, I should say, was in government institutions and fully funded. PhD ചെയ്തത് എനിക്ക് ലേഡി ടാറ്റ മെമ്മോറിയൽ ട്രസ്റ്റ് ഫണ്ടിങ് കിട്ടി. സോ ദേർ ഈ ടാറ്റ മെമ്മോറിയലും ഇൻഡോ US വിസ്ഡമും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലാണ് എൻ്റെ റിസർച്ച് മുഴുവൻ ഞാൻ ചെയ്തത്. നല്ല ഓപ്പണിംഗ് ആയിരുന്നു. എനിക്ക് അവിടുന്ന് കിട്ടിയ സപ്പോർട്ട്, ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു എംഫസൈസ്. പീപ്പിൾ ഹൂ മീറ്റ്, അവരാണ് നമ്മളെ സ്ട്രെങ്ത്. നമുക്ക് കിട്ടുന്ന എൻവയൺമെൻറ്റ് എന്നുള്ള സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് പിന്നെ എനിക്ക് DST ഇൻസ്പയർ ഫെലോഷിപ്പ് കിട്ടിയിട്ടാണ് ഞാൻ നിംഹാൻസ് ന്യൂറോ സയൻസ് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്, നിംഹാൻസ് ബാംഗ്ലൂർ. ഐ കുഡ് ഡു വെരി വെൽ ഇൻ മൈ കരിയർ ദെയർ ഓൾസോ. അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് എനിക്ക് യൂറോപ്യൻ യൂണിയൻ എൻ്റെ ഫണ്ടിങ് കിട്ടി. 60,000 യൂറോസിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട്. സോ ഐ കുഡ് ഗോ ടു യൂറോപ്പ്, പോളണ്ട്, വർക്ക് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമക്കോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെറ്റാലിസിസ്. അതൊരു കമ്പൈൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. അവിടെ അപ്പം നമുക്ക് എൻജിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും മാനേജ്മെൻറ്റ് ടീമിനെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വിൽ ഗെറ്റ് ടു നോ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. അങ്ങനെ അവിടെ എത്താൻ പറ്റി. ഇതിന് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ എൻവയൺമെൻറ്റും പീപ്പിൾ അറൗണ്ട് മീ ആണ്. സോ വാട്ട് ഐ വോണ്ട് ടു എംഫസിസ് ഇസ്, നമ്മളെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓൺലി വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ അതിന് നമുക്ക് മെൻറ്റർഷിപ്പ് എടുക്കാം, ആൾക്കാരോട് സംസാരിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇപ്പം ഇന്നത്തെ ഇവൻറ്റ് തന്നെ ഇസ് എ ഗുഡ് പ്ലാറ്റ്ഫോം വേ യു ഗെറ്റ് ടു കണക്ട് വിത്ത് പീപ്പിൾ. അങ്ങനെ അതുകൊണ്ട് ജേർണിയിൽ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് എ വേ. ദർ വിൽ ബി ലോട്ട് ഓഫ് ഹേർഡിൽസ്. ഒന്നും ഈസി അല്ല. ഷീ സെഡ് നത്തിങ് ഈസ് ഈസി. വി ഹാവ് ടു ഫൈൻഡ് എ വേ ആൻഡ് ഗെറ്റ് ദെയർ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യൂറോ കെയറിൻ്റെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഹെൽത്ത് കെയർ ഈസി ആക്കണം എന്നുള്ള ഐഡിയയിൽ. സോ ഓൾ മൈ സ്റ്റഡീസ് വാസ് ഇൻ ഹെൽത്ത് ടെക് ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട്, ബട്ട് ഹൗ ടു മേക്ക് ഇറ്റ് ഓർ ഹൗ ടു ഡെലിവർ ഇറ്റ് ടു പബ്ലിക്. അങ്ങനത്തെ ഐഡിയയിലാണ് നമുക്ക് ഹെൽത്ത് കെയർ ഈസി ആക്കുക എന്നുള്ള ഐഡിയയിലാണ് മെഡിക്കൽ സർവീസസ് അറ്റ് ഹോം എന്നുള്ള സ്ട്രാറ്റജിയിൽ
ക്യൂറോ കെയർ സ്റ്റാർട്ട് ചെയ്തത്. രുക്മിണി, കുറേ കെയറിന് കുറേ കെയറിന് ക്യൂറോ ക്യൂറോ കെയർ. ഓക്കെ, സോ ദാറ്റ്സ് ദെയർ ടാഗ് ലൈൻ, കുറേ കെയറിന് ക്യൂറോ കെയർ. ഓവർ ടു യു ദീപ. ഇപ്പോൾ ദീപ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെല്ലാം കൊച്ചിയിൽ നിന്നാണ്. ഐ തിങ്ക് തൃശ്ശൂരും കൊച്ചിയിൽ നിന്നുമാണ് അല്ലേ? അവിടുത്തെ ഒരു എക്കോസിസ്റ്റവും വേഴ്സസ് ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം കമ്പാരിസൺ ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും തിരുവനന്തപുരത്തെ എക്കോസിസ്റ്റം നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ വന്ന് പറഞ്ഞു പോയിട്ടുള്ള എല്ലാവരും നിങ്ങൾ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ, ഒരുപാട് സംരംഭങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ ഡു യു ഹാവ് എനി പ്ലാൻസ് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ് ഓവർ ഹിയർ? അതിനുള്ള സാധ്യത ഇവിടെയുണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒട്ടനവധി, ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്ന അലീന, പല ഓൺട്രപ്രണേഴ്സും ഇവിടെ ഉണ്ട്, വിമൻ ഓൺട്രപ്രണേഴ്സ് തന്നെയുണ്ട്. അവരോട് എന്തായിരിക്കും പറയാനുള്ളത്, എസ്പെഷ്യലി കമ്മിങ് ഫ്രം ദിസ് ടൗൺ? Achutan, that's a relevant question, very, very relevant question. So, born and brought up in Trivandrum, I feel that the only thing that I felt is that this place was more about, like the previous speaker said, it was more about government jobs, okay? So I'm a person, personally I got a government job, I rejected that, I didn't want that. എന്നിട്ട് അച്ഛൻ മരിക്കുന്ന വരെയും അവസാനത്തെ അച്ഛൻ്റെ വാക്ക്, എന്നാലും നീ ആ ജോലി ചെയ്തില്ലല്ലോ എന്നാണ്. സോ ദി ഐറണി ഈസ് ദാറ്റ് ആസ് യു ടോൾഡ്, ഐ പ്ലേ ലോട്ട് ഓഫ് റോൾസ്. ഐ എം എൻ MC on stage, keynote speaker, then life coach, I'm an entrepreneur, and my sister is a doctor, okay? So maybe she's a government employee. And whenever I come back home, after playing all these roles, when I come back to my mother, I feel so small when she asks me that one question, എന്നാലും നീ ഇത്രയും പഠിച്ചിട്ട് ദീപ ഒരു ജോലി ചെയ്തില്ലല്ലോ എന്ന്. There are people under me who are working for me, around 40 to 50 employees now, and I feel like, oh my God, like that is what she thinks. ഒന്ന് ഇടയ്ക്കൊന്ന് ഇൻട്രപ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്. ഈ ഇടയ്ക്കൊരു റീൽ ഉണ്ടായിരുന്നു, കുറച്ച് 3-4 അമ്മാവന്മാർ ഒരിടത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, തൊട്ടടുത്ത് ഇലോൺ മസ്കും ഉണ്ട്. അപ്പോൾ ഇലോൺ മസ്ക് ആ നാട്ടിലെ ആരുടെയോ മകനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, അടുത്തൊരു PSCക്ക് അപ്ലൈ ചെയ്തൂടെ എന്ന് പറയുന്നതിൻ്റെ അടുത്ത സെക്കൻഡ് റീൽ കാണിക്കുന്ന ഇലോൺ മസ്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരൊറ്റ ഓട്ടോ ഓടുന്നു. So I told her, Mama, what happens is, maybe the entire month's salary we make in one day, but here we don't have an approval. See, I'm not saying that that is the mentality of everyone, but I'm telling you, the place has evolved a lot, because the conversations that we used to have before, നേരത്തെ നമ്മൾ ചെയ്തിരുന്ന കോൺവെർസേഷൻസും ഇപ്പം നമ്മൾ ചെയ്യുന്ന കോൺവെർസേഷൻസും വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പോസ്റ്റ് കോവിഡ് ആൻഡ് പ്രീ കോവിഡ്. വി ഹവ് സീൻ ലോട്ട് ഓഫ് ചേഞ്ചസ്. സോഷ്യൽ മീഡിയ ഹാസ് റിയലി ഹെൽപ്ഡ് എ ലോട്ട്, ആൻഡ് I am really happy. Like now I feel more comfortable coming back to Trivandrum. Yes, because when in my life coaching also, so life coaching is one thing which is related to mental health. And I transformed my life. I had a lot of struggles in my life, and I transformed my life, and I became a life coach, and I got certified. But I'm getting calls from all over Kerala for life coaching now. Matlab, people don't actually feel bad about their mental health also. That is from Trivandrum or any place for that matter. So every place is evolving. Coming back to my setup, Babies Day Out Preschool, definitely after we have 2 more branches in, so we have 2 branches in Kochi. One is at Padamugal and one is at Palarivattam. We are, after having 2 more branches, or simultaneously we are planning to come here. That's my mother's dream also, to have a 24/7 preschool and daycare in Trivandrum with the name Babies Day Out. See, this is not only my dream, it is going to be a help for a lot of mothers, which I really feel. Let them live their life. Yeah, I've lived my life. And I want everyone to live and enjoy their life. So what we also do is, so we get a couple of inquiries where these lady entrepreneurs, they want to go for meetings, and they want to go for like 10 days abroad, some trainings and all. They want to put their children there, come back after 10 days and pick their children back. That also we give, that provision also we have. So this is kind of a help that we are doing, and they all recognize that. I'm really happy. So
we have plans to expand everywhere in the world because everywhere woman and her challenges are the same. So we're going to empower every woman. Yeah, everyone should feel good, lucky, and earn in crores, right? That's what I want. We have to really eradicate dependency. We have to eradicate lack feeling. Abundance should be everywhere. That's what I want. I really think you need to do, open your Insta over here. So, ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും, യാതൊരു സംശയമില്ല. Now, over to you, Rukmini. എൻ്റെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് 24/7 Doc. 24/7 Doc was an aggregator of all the hospitals across the country. ഇപ്പോൾ സമയം 4:50 ആവുന്നു, 4:55 ആവുന്നു. ഈ 4:30 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു നെഫ്രോളജിസ്റ്റ്, അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു നെഫ്രോളജിസ്റ്റ് എവിടെയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നും ഇപ്പോൾ നമുക്കില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പ്രാക്ടോ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ എം ട്രൈയിങ് ടു സേ. സോ അങ്ങനെ ഒരു ഇതിപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ പൂനെ പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കുട്ടികളുടേത്. പീഡിയാട്രി. അപ്പോൾ ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒരു പീഡിയാട്രീഷ്യനുള്ളൊരു ഹോസ്പിറ്റൽ പറഞ്ഞേ, റൈറ്റ്? ബട്ട് ഉണ്ട്. അത് ഏതൊക്കെയോ ഹോസ്പിറ്റൽസ് ഏതൊക്കെയോ ദിവസങ്ങളിൽ അങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. അതായിരുന്നു ഞങ്ങൾ പ്ലാറ്റ്ഫോം ചെയ്തിരുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ആപ്പ്, ദാറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. On top of that, we were having a plan to find a surrogate mother. Then we were planning to have, find a cornea കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മൊഡ്യൂൾ അതിലുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ബ്ലഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന മൊഡ്യൂൾ അതിലുണ്ടായിരുന്നു. സർഗേറ്റ് മദർ അതിലുണ്ടായിരുന്നു. We were also having a plan to make the country ODF, open defecation free. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബൃന്ദേശ്വർ പഥക് is known as the I don't know, it's not good to say father of something, but he is the one, a great reformer of public toilet system in India. നമ്മുടെ സുലഭ് ടോയ്ലറ്റ്സ് അല്ലേ, അതിൻ്റെ ഉപജ്ഞാതാവാണ് ബൃന്ദേശ്വർ പഥക്. There was this first toilet summit happened in Delhi. Yeah, just think about it. Toilet businessൽ, I mean, shit makes money. ഇത്രമാത്രം കാശ് അതിലുണ്ട് എന്നുള്ളത് ആ ടോയ്ലറ്റ് സമ്മിറ്റിന് പോയപ്പോഴാണ് ഞാൻ മനസ്സിലായത്. സോ what I'm say was, ഒരു 2012-2013 ഞങ്ങളൊരു 76ഓളം ഹോസ്പിറ്റൽസിനെ നേരിട്ട് പോയി കണ്ട് കണക്ട് ചെയ്ത് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്ത്, ഇൻഫാക്ട് ഹരി നായർ, ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് സ്റ്റിൽ ദ CEO ഓഫ് ആസ്റ്റർ, അത്രയും നല്ല രീതിയിൽ പോയി ഒരു വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയ പ്രോഡക്റ്റ് ആയിരുന്നു 24/7 Doc. I cannot tell the reasons why it got stopped, but after seeing your profile, you're building CuroCare, I was so happy. And there was one more investor who was over here, Fayaz, was happily the founder in the Vanapalli, and is one among the Malabar Angel Network. My question is, what is CuroCare? What does it do? ഈ സ്പേസ് എനിക്കറിയാം, ഹെൽത്ത് കെയർ സ്പേസ്, ഇറ്റ്സ് എവറി ടൈം എനി ടൈം ഇറ്റ്സ് എ മണി മേക്കിംഗ് പ്ലാറ്റ്ഫോം. പക്ഷേ റൈറ്റ് ടൈമിൽ അത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് സ്ലോട്ട്, കാരണം യു നീഡ് ടു കംപ്ലൈ വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്, എസ്പെഷ്യലി ഇൻ ദ കൺട്രി. എന്താണ് ചെയ്യുന്നത്, ആൻഡ് ഹൗ വാസ് ദാറ്റ് ജേർണി? ഓക്കെ, സോ CuroCare ഡെലിവേഴ്സ് മെഡിക്കൽ സർവീസസ് അറ്റ് ഹോം. അതായത് വീട്ടിൽ വന്നിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ, നഴ്സിംഗ് സർവീസ്, മെഡിക്കൽ പ്രൊസീജിയർ, വൂണ്ട് ഡ്രെസ്സിങ്, ഫിസിയോതെറാപ്പി, ലാബ് ടെസ്റ്റ്, ഇതെല്ലാം ട്രിവാൻഡ്രം എക്രോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പം നമ്മൾ ഇന്ത്യ ഹോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എൽഡർലി പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ഇപ്പം കേരളത്തിലാണെങ്കിൽ 20% പോപ്പുലേഷൻ ഓൾറെഡി എൽഡർലിയും ആണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ജീരിയാട്രിക് അല്ല CuroCareൻ്റെ ഫുൾ ഫോക്കസ്. ജീരിയാട്രിക് ഇസ് വൺ ഏരിയ വി ആർ സർവിങ്. നമ്മൾ അക്രോസ് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഹെൽത്ത് കെയർ സർവീസസ് വീട്ടിലെത്തിക്കുന്നു. അതായത് നമ്മൾ ക്ലിനിക്കിലോ ഹോസ്പിറ്റൽസിലോ പോയി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാം. അതൊരു ബ്ലഡ് ടെസ്റ്റ് ആവാം, ECG ആവാം, പോർട്ടബിളായ ഒരുപാട് മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ലൈക്ക് ECG. സോ വി ടേക്ക് ഇറ്റ് ഹോം ആൻഡ് വി പ്രൊവൈഡ് യു ദ സർവീസ്. അതാണ് CuroCare ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ സെഗ്മെൻറ്റിലെ മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കോർഡിനേഷൻ ഇല്ല.
സേ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിൽ ഒരാൾ ഇപ്പോൾ പോസ്റ്റ് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുക എന്ന് വിചാരിക്കാം ഒരു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ദിസ് പേഴ്സൺ വിൽ നീഡ് റെക്കറിങ് വിസിറ്റ്സ്. ഇപ്പോൾ വൂണ്ട് ഡ്രസ്സിങ്ങിനായാലും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻസിനായാലും ഇല്ലെങ്കിൽ ലാബ് ടെസ്റ്റോ ഡോക്ടറോ ആയാലും ഇവർക്ക് റെഗുലറായിട്ട് ഒരു 2 to 3 months റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇവർ മിക്കവാറും ലോക്കലി അവൈലബിൾ ആയ ഒരു പ്ലെയറിനെ വിളിച്ച് വിസിറ്റ് അറേഞ്ച് ചെയ്യാറാണ് റെഗുലറായി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡുകളില്ല, നത്തിങ് ഇസ് ഡിജിറ്റൽ. അപ്പോൾ ഒരു 5 ദിവസത്തെ സർവീസിന് 3-ാമത്തെ ദിവസം വരുന്ന ഒരു നേഴ്സിന് അതിന് മുന്നത്തെ ദിവസം ചെയ്ത നേഴ്സ് എന്താണ് ഒരു വൂണ്ടിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് അറിയാൻ പറ്റില്ല. സോ ദർ ഇസ് എ ഗ്യാപ്പ്. അപ്പോൾ ഈ റെക്കോർഡും കോർഡിനേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വരുന്നു, ഫിസിയോതെറാപ്പിസ്റ്റിനെ അറിയില്ല ഡോക്ടർ എന്ത് മെഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ ദിസ് കോർഡിനേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ക്യൂറോകെയർ ഇസ് ബിൽഡിംഗ്. വി ആർ ഓൾസോ ബിൽഡിംഗ് ടെക്നോളജി അലോങ് വിത്ത് ദാറ്റ്. എല്ലാ മെഡിക്കൽ സർവീസസും വീട്ടിലെത്തിക്കുക, ക്വാളിറ്റി, പ്രോസസ്സ്, ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മളെ ഹോം ഹെൽത്ത് കെയർ മാർക്കറ്റിൽ മിസ്സിങ്. സോ വി ആർ ബിൽഡിംഗ് ദാറ്റ് പ്രോസസ് ആൻഡ് സിസ്റ്റംസ്. കാരണം ക്വാളിറ്റി കൺട്രോൾ, SOPs ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് കെയറിൽ. നിങ്ങളുടെ ടാമും ടോമും ഒക്കെ വളരെ വലുതായിരിക്കുമല്ലോ അല്ലേ? ടാമസ് ഓക്കെ. എസ്പെഷ്യലി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ, ഞാൻ അത് നാളെ പറയാനിരിക്കുമായിരുന്നു നാളത്തെ സെഷനിൽ, ഇവിടുത്തെ കൗൺസിലേഴ്സിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ കൗൺസിലേഴ്സിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ പിള്ളേരില്ല, എല്ലാവരും മറ്റ് നാടുകളിലോട്ട് പോയി. ഇപ്പം ഞാനതൊരു 1-2 കൗൺസിലേഴ്സിൽ നിന്ന് ഫ്രണ്ട്സായിട്ടുള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ അച്ഛനമ്മമാരുണ്ടല്ലോ അവരെയും കൂടി ആ പിള്ളേരെ കൊണ്ടുപോകും എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മുന്നേയും നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ അവർ ഞങ്ങളൊരു 1-on-1 സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരുപാട് ഈ ലോൺലിനെസ് എന്നൊക്കെയുള്ള രീതിയിൽ പലയിടത്തും ഈ കൂടുതലും അവർ അപ്പാർട്ട്മെൻറ്റുകളിൽ ഇത് വരുന്ന ആൾക്കാർ ഒത്തിരി പേരും ഈ റിട്ടയേർഡ് ലൈഫ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഐ എം പ്രെറ്റി ഷുവർ യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് കോൾസ് ഫ്രം അപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് വില്ലാസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിൽഡ് എത്ര നാളായി തുടങ്ങിയിട്ട്? ക്യൂറോകെയർ ജൂലൈ 2024 Okay, so it's almost like 1.5 years. And how was the journey so far? Yeah, well received. നമ്മൾ 80% ക്ലയൻസും ഫസ്റ്റ് ടൈം യൂസേഴ്സ് ഓഫ് ഹോം ഹെൽത്ത് കെയർ ആണ്. And especially from Trivandrum. We are servicing across Trivandrum. Nice. And you'll be getting calls from outside the country as well, like ഇവിടെ അച്ഛനമ്മമാരെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, right? Cool. So and over to you, Deepa. നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഒരുപാട് ഫൗണ്ടേഴ്സ് ഇവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വിമൻ ഓൺട്രപ്രണേഴ്സിൽ സ്ഥിരം കാണുന്നൊരു പാറ്റേൺ ഉണ്ട്. ഒന്നുകിൽ ഓർണമെൻറ്റ്സ്, ഇല്ലെങ്കിൽ അപ്പാരൽസ്, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ എപ്പോഴും കാണും. കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോൾ എൻക്വയറി വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോൾ എൻക്വയറി വന്നിട്ടുള്ളതിൽ വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ ആയിരുന്നു, MSME ഓൺട്രപ്രണേഴ്സിൻ്റെ ആയിരുന്നു. ഒന്നുകിൽ ഈ അച്ചാറ് പപ്പടം സംഭവങ്ങൾ അങ്ങനെയുള്ള ഫുഡ്, അതൊന്നും മോശമാണെന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് ആ പാറ്റേൺ അങ്ങനെയായിരുന്നു എന്നാണ്. ദെൻ ഓർണമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ വരും, അപ്പാരൽസ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ് എന്നുള്ള രീതിയിൽ വരും, ചാനൽസ് എന്നൊക്കെയുള്ള രീതിയിൽ വരും. അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന, അത് അവർക്ക് എളുപ്പമുള്ളത് കൊണ്ടാണോ അങ്ങനെ പോകുന്നത്? 1. 2, ഈ ഒരു മേഖലയിൽ സ്ത്രീകൾക്കുള്ള അവയർനെസ് കുറയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? 3, വി ഹാവ് എ ലോട്ട് ഓഫ് വിമൻ ഇനീഷ്യേറ്റീവ്സ്. എൻ്റെ ദൈവമേ, വിമൻ മാത്രമല്ല മെന്നിന് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ തുടങ്ങണം. കാരണം അത്രമാത്രം വിമൻ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, അതിനെപ്പറ്റി അറിയില്ല. റാങ്ക് റൈസേഴ്സ് വുഡ് ബി ഹാവിങ് എ സെപ്പറേറ്റ് പേജ് for all these initiatives, especially ഒരു ഡിസ്ട്രിക്ട് വൈസ്, സ്റ്റേറ്റ് വൈസ്, സെൻട്രൽ വൈസ് ഉള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം അടുത്ത വേർഷനിൽ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സോ ദേ വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഓരോരോ ഭാഷയിലും ഉള്ളത്. വാട്ട് ഐ എം ട്രൈങ് ടു ആസ്ക് ഈസ്, ഈ ഒരു പാറ്റേൺ, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പാറ്റേൺ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ചലഞ്ചസ്, കാരണം യു ഹാഡ് ഡൺ സംതിങ് ഡിഫറെൻറ്റ്, കുറച്ച് മാറിയിട്ടാണ് ചെയ്തത്. അത് വളരെ ഒത്തിരി റിസ്ക് ഉള്ള ഒരു മേഖലയും കൂടിയാണ്. What do you have to say about that? എന്താണ് പറയാനുള്ളത്? See, I think, yeah, that is true, because actually what I also felt is that recently you can see a lot of people coming up with this apparels and cloth business.
I mean, that could be because, again, we can see a lot of this coming from the influencers. ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല, ഒരു സുഹൃത്ത് പറഞ്ഞത് ഫാമിലി അതേ സമ്മതിക്കുള്ളൂ എന്നും കൂടി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അതോടൊപ്പം ഉണ്ട്. Sorry? ഫാമിലി അതേ സമ്മതിക്കുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഹേർഡിലൊക്കെ അതെന്താണ് അങ്ങനെ അത് മറ്റ് ഐ ഹാവ് എ ഫ്രണ്ട്, ഹെർ നെയിം ഈസ് ജാൻസി. ജാൻസി ഈസ് ഡൂയിങ് സംതിങ് ഇൻ ജിയോ സ്പേഷ്യൽ സ്പേസ്. അവർ നാളെ വരാനിരുന്ന സ്പേസിൻ്റെ സെഷനിൽ വൺ ഓഫ് ദ സ്പീക്കർ ജാൻസി ആയിരുന്നു. ജാൻസി എനിക്ക് 10-12 വർഷമായിട്ട് അറിയാം. ജാൻസി ഈസ് ഡൂയിങ് അമേസിംഗ്ലി വെൽ. ഷീ ഈസ് ഡൂയിങ് സംതിങ് ഇൻ ജിയോ സ്പേഷ്യൽ സ്പേസ്. ഒരു മുകളിൽ പോകുന്ന സാറ്റലൈറ്റിൻ്റെ ജിയോ സ്പേഷ്യൽ സ്പേസിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പ് ഇവിടെയുള്ള ഒരാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് അത് എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ടാണോ അതോ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ അവരെ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലായ്മയാണോ, ഫണ്ടിങ് ഇല്ലാത്തതാണോ, സ്കീംസിൻ്റെ കുറവാണെന്ന് പറയരുത്, സ്കീംസിനെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. വാട്ട് ഈസ് ലാഗിങ് ഓവർ ദെയർ? So that I was coming to that. Recently, what I could say is that every day some or the other person is coming out, lady is coming out with fashion brand, apparel brand. A lot of people are getting into clothing industry and all. I think, see, first of all, a lot of them are influencers and they do a lot of fashion vlogging. So adhinu shesham, the next thing comes is they can actually get clothes. And the most important thing is that we can't really do that stereotyping thing. Pakshe, because the market has grown so much and everything has become so easy. So when I started business, I'm telling you, കുറച്ച് മുന്നേ ഇവിടെ KFC എന്ന് രണ്ടുപേര് വന്ന് സംസാരിച്ച് മാം ആൻഡ് ഓൾ, ഐ ഫൗണ്ട് ദം സോ മോട്ടിവേറ്റിംഗ്, and they're so... And that's coming from KFC, Kerala Financial Corporation. That's the word, because unfortunately, I had other experience, but I could see that, they are so happy helping others. They're looking for people who really want help. But at my beginning stage, this was not this situation. I had seen a lot of rejections, and I'm telling you, no one will come and build your dream. You have to go and achieve it. If you don't have the money, just work on your mindset and somehow build that. That's all I can tell you, because if you believe in your dream, then you have to achieve it, even if someone is not giving you money. Adana ende oru idu. I started with one baby, and the baby came is when I started generating revenue from that, and I worked, and then we did the branding, and then we did so many things. I never waited for someone to come and do the funding and then I'll start my startup. No, I didn't do that. So right now the industry has evolved so much, social media has taken over so much that people are finding it very easy to do these businesses. And the most important thing is, even when there are thousands of retailers coming out with fashion and stereotype materials and the same industry, everyone, they are able to survive also. So അതിനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ കേരള മാർക്കറ്റ് നൗ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി ഹാർഡ് കോർ ഫിസിക്കൽ ബിസിനസ് പീപ്പിൾ ആർ ഡൂയിങ് റൈറ്റ് നൗ. World is open for you because the social media has grown so much. I know my friends who do business sitting in Kerala. They are selling their fashion dresses to Americans. NRIs in America. So mostly because, and the best part is that the minority community, whatever it is, people were actually finding difficult to get women entrepreneurs out from there. But now they're coming out. So the best business for them, and you said right, the allowed business for them is this. That is right. But I'm sure that scenario is going to change. At least I was the odd one out in my family, and one of the first entrepreneurs who came out with something like this. അപ്പോൾ എന്നെ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് അഹങ്കാരമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു ചെറിയ ഡ്രീം ചെയ്ത ഒരാൾ മാത്രമാണ്. അതിന് അഹങ്കാരം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് മണി ഇൻ ദ ലേണിംഗ് പ്രോസസ്. കുറേ പൈസ നഷ്ടപ്പെട്ടു. സോ ഡെഫിനറ്റ്ലി ഐ വാസ് നോട്ട് ദി അപ്രീഷിയേറ്റഡ് ഐഡിയൽ ഡോട്ടർ മെറ്റീരിയൽ, not even a wife material, proper wife material. But once we started proving is when they accept, okay, she was going towards something really big and she has her own way to achieve it. But yes, I'm at least happy that people are coming out with businesses. Let it be in the business that they're comfortable, and let that be in the allowed area also. But I'm very happy for the females who are coming out with that. Good. Point taken. I have two surprises. I have one surprise, but I want my MC Varsha and Arathi on the stage, please. Guys, കഴിഞ്ഞ ഈ ദിവസം തുടങ്ങിയത് മുതൽ നിങ്ങൾ ഇവർ രണ്ടുപേരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
That's our MC, Varsha Sheila. Then this is Arathi, yes, ചെറുതായിട്ട് ഒരു ഭാര്യയായിട്ട് വരും. So she's my co-founder, right? ഈ സെഷൻ ആക്ച്വലി ഞാൻ മോഡറേറ്റ് ചെയ്യാനിരുന്ന സെഷനല്ല. ശരിക്കും ഇത് ഗീതു ശിവകുമാർ, ഷീ ഈസ് ദ CEO of പേസ് ഹൈടെക്. പുള്ളിക്കാരി ഒരുപാട് വലിയൊരു ഓൺട്രപ്രണർ ഇവിടെ തന്നെ. അത്യാവശ്യം ഗീതുവിനെ അറിയാത്തൊരു ആൾക്കാരും ഇല്ല ഓൾമോസ്റ്റ്. ബട്ട് ഷീ ഗോട്ട് ഇൻ ടു സംതിങ് എൽസ്. ഒരു സിറ്റുവേഷനിലായിപ്പോയി. ഐ വാണ്ടഡ് ടു ഹാവ് സംതിങ് ഫ്രം ദിസ് to entrepreneurs. MC over there, Varsha over there, she's running a boutique with her sister. So please, എന്താണ് MC-ക്ക് പറയാനായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. How was your journey? മൈ ജേർണി ആക്ച്വലി ബൊട്ടീക്ക് എന്ന് പറയുന്നത് ഞാനും ഒരു ആക്സിഡൻ്റലി പെട്ടുപോയൊരു സാധനമാണ്. ബിക്കോസ് എൻ്റെ അമ്മ കുഞ്ഞിലേ തൊട്ട്, ലൈക്ക് ഞാൻ കുഞ്ഞായിരുന്ന സമയം തൊട്ട് എൻ്റെ അമ്മ ഈ തയ്ക്കുന്നതും അതിലൂടെ വരുമാനം കണ്ടെത്തുന്നതെല്ലാം കണ്ട് വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇൻസ്പയർ ആയി. ബട്ട് ഞാൻ ഇന്നേ വരെ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ബട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. ബട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ദിസ് സം ടൈപ്പ് ഓഫ് ക്രേസ്. നമുക്കതിൽ അറിയാണ്ട് നമ്മളത് ഓട്ടോമാറ്റിക്കലി, ബിക്കോസ് നമുക്ക് തയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോകും. മേ ബി അത് കണ്ട് ശീലമുള്ളൊരു ഇതുണ്ടാണെന്ന് തോന്നുന്നു. ആൻഡ് അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തതാണ് എൻ്റെ ബുട്ടീക്ക്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇനാഗ്രേഷൻ ആയിട്ടില്ല, ജസ്റ്റ് റണ്ണിങ് 2-3 months ആയതേ ഉള്ളൂ. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു ദീമ മാം, ശരിക്കും നമ്മളിപ്പോൾ ഒരു സംരംഭം ആരംഭിക്കുന്ന സമയത്ത് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു എന്താ പറയുക നമുക്കൊരു റിസൾട്ട് ഫീൽ ചെയ്യുന്നത്? ആസ് എ ഫീമെയിൽ ഓൺട്രപ്രണർ യു മേ ഹാവ് ഫേസ്, ഓൾറെഡി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മാം ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആസ് എ ന്യൂ ഓൺട്രപ്രണർ ക്യാൻ യു ഗിവ് മി ആൻ അഡ്വൈസ് ഓർ സംതിങ് ലൈക്ക് ഓക്കെ ഇത്രയും ടൈം ഓഫ് പീരീഡ് നമുക്ക് എടുക്കും ആൻഡ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു നീഡ് ടു ഡു വെൻ യു സ്റ്റാർട്ട് എ ന്യൂ സ്റ്റാർട്ടപ്സ് ആൻഡ് ഓൾ? Okay, I'm really proud that there's another MC who's into multi activities, which is wonderful. And I love when women come out with extraordinary things, because, and I really appreciate you on stage also, because it's not very easy. Sitting there is easy, coming here is really difficult. You're doing a great job. See, not a woman entrepreneur or a new entrepreneur. First of all, you should have lots of patience, okay? ഇതൊരു പൂരി ഉണ്ടാക്കുന്ന പോലെ അല്ല, നമ്മൾ എണ്ണയിൽ ഇട്ട ഉടനെ അങ്ങ് പൊങ്ങി വരുന്നതും അല്ല ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. People feel that, it is really difficult to earn a lot of money out of business. First of all, for all the employees out here, I want to tell you one thing, that if you are a good employee, you can become a good businessman. Because the thing is that you learn a lot, and when you give your 100% is when you know how your leader, literally worked hard to earn that. So the most important thing, you need to have a lot of patience, and definitely you have to work really hard. You cannot say that, because as an MC, you're just spending 2-3 hours on stage and sometimes the whole day. But in an entrepreneurial journey, it is endless. It is not 9 to 5. It is not even 12 hours. Maybe it is 24 hours. Third thing is, you should have a buffalo thick skin. Okay? I am unaffected by my external circumstances is what you should always believe in. എന്തോ പറയട്ടെ ആൾക്കാർ, എന്നെ പറ്റിയല്ല പറയുന്നതെന്നുള്ള ഒരു ഫേക്ക് ബോധമെങ്കിലും ഉണ്ടാവണം. ദറ്റ് യു ഷുഡ് നോട്ട് ഫോൾ ഫോർ എനി ചാലഞ്ചസ്. ആൻഡ് 1 day, 2 day, 1 year may not be enough. You should work till you make it break even at least, okay? And you should not plan to close it before a year, because most of the entrepreneurial journey I know amongst my friends and a lot of people who I just met closed down in 1 or 2 years. And that is the time when you have to be very bold. You should try hard. If you want investors, just get into the market. And you should make your business, saleable. As in, you should make it, for me, for example, my learning was to make my business investor ready. My business, and you should also look at the legalities, you should also look at everything. And today's, your visibility is very important, and how you position yourself is also very, no business is small, no business is big. It is just that how you show.
Hindi mein there is one saying, I don't know if you understand, jo dikhta hai wahi bikta hai. So the visibility factor is also very important. You have to work towards every aspect. There are different departments and you have to work in every department simultaneously. And the first thing is that you should be ready to fail also. Because the learning that you get from the real failure and your business, no MBA schools can teach you that. And I'm telling you, what MBA schools teach and what you learn from your business are two different things. So try to take every failure and every bad experience as a learning. You will never repeat it again and you will achieve big in life. That's the most important thing I have learned from my life. And in fact, as an entrepreneur, I was thinking, where do I source the money from? Believe me, I got onto the stage, I started doing shows. I invested every penny I used to get from the stage. I remember I used to wear those 5-inch heels like you, be on the stage from morning 9 till evening for conferences. The little money that I used to go back, run, put it as a salary to the next employee. That's how I managed Baby's Day Out for so long. And today it's bread and butter for me, but sometime I was actually the bread and butter for a lot of people, but I was earning it for them. So you have to work until then. There's no shortcut here. Varsha, I think you are very happy with that, right? And you didn't expect that as well. I'm so inspired by your words. You have to compromise a lot of brands that you want to wear for your business. The thing is that you have to be very sure this is what I want to do. Because it's always amazing to work for yourself than work for anyone else. That's the first thing I enjoy. I don't know about others, but this is my Horlicks, I would say. Yeah. Super. And I would like to tell a story. Young entrepreneurs startup തുടങ്ങുന്നവർക്കും തുടങ്ങാനിരിക്കുന്നവർക്കും. So ഒരു മാർവാടി ഷോപ്പ്, ഒരു നല്ല വലിയ സ്വീറ്റ് ഷോപ്പിൻ്റെ അടുത്ത് ഒരു പുതിയ മാർവാടി ഷോപ്പ് തുടങ്ങി, സ്വീറ്റ് ഷോപ്പ് തന്നെ. സോ ഇനീഷ്യലി നല്ലൊരു ഷോപ്പ് പുറത്തുണ്ടാകുമ്പോൾ നെക്സ്റ്റ് ഷോപ്പിൽ ജനറലി ആൾക്കാർ കയറില്ലല്ലോ. ബട്ട് ദെൻ ഹീ ബിലീവ്ഡ്, ഹീ വെയിറ്റഡ്. ഫസ്റ്റ് ഇയർ വെയിറ്റ് ചെയ്തു, സെയിൽസ് വാസ് സ്റ്റിൽ ലോ. He again waited for one more year. Sales was slowly picking up. Then by the third year, he had good number of his own customers. So consistency matters and staying in the market matters. ഇതിൽ മൂന്നിലും ഇപ്പോൾ മാം പറഞ്ഞ പോലെ you need to have good patience. Consistencyയും patienceഉം and like whatever challenges comes in, it is part of it. അത് even if it is a small startup, even if it grows to $1 billion company, the challenge still exists. പക്ഷെ ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആയിരിക്കുന്നു മാത്രം. സോ ആ കൺസിസ്റ്റൻസി ആൻഡ് പെർസിവിയറൻസ് ഇഫ് യു ഹാവ്, യു വിൽ ഡെഫിനറ്റ്ലി വിൻ. Just add one more thing which I really missed, but that's very important thing you all have to understand if you are a new entrepreneur. നമ്മൾ ഇനീഷ്യലി നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. We will try to transact through cash. Please don't do that. Take your bank account from the very first day. Try to organize your accounts, which is very important. A formal looking at your account as your own account, no. It should be treated as a different special account which has to go organized way. Second thing is that നമ്മൾ നമ്മുടെ ബിസിനസ് മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുന്നുള്ള ഒരു ധാരണയിലിരുന്നാൽ യു ആർ അഗെയിൻ ബീങ് സെൽഫ് എംപ്ലോയിഡ്. യു ഷുഡ് ഓൾവേസ് ഹയർ ദ ബെസ്റ്റ് പീപ്പിൾ ഫോർ യുവർ ബിസിനസ് ആൻഡ് ലേൺ ടു ഡെലിഗേറ്റ് വിത്ത് അതോറിറ്റി. ഓക്കെ, ലെറ്റ് ദറ്റ് hire the right person and vest that responsibility on that person. The monitoring you can do, but don't make that person's life hell. Just be the right, you should know to delegate work. Then only you will become an entrepreneur, or else you're becoming a self-employed person again. So my advice to everyone is that these two things, if you actually follow from the very first day, you will become a real business person by the end of at least 1 year. Till then, you have to pay the salary, okay? But it is for the right thing. This is my learning from my life. Amazing. And last not but the least, a question to my co-founder, Arathi. Arathi is coming from a teaching background. She was a teacher with schools, then Byju's. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞങ്ങൾ റാങ്ക് റേസേഴ്സ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ജേർണിയിൽ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് ആരതിയോടുള്ള ചോദ്യം, വാട്ട് യു ഹാവ് ലേൺഡ്? നീ എന്താ പഠിച്ചത്? വാട്ട് യു ഫീൽ ലൈക്ക്? എന്താ മനസ്സിലായത്?
And this carries a lot of value, your answer, right? ആക്ച്വലി ജസ്റ്റ് ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഒരു ഓൺടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രഗ്ലിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. സോ പകുതി വഴിയിൽ നമുക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് പല തോട്ട്സ് നമുക്കുണ്ടാവും. ആ ക്വിറ്റ് ചെയ്യുന്ന തോട്ട്സ് നമ്മൾ എപ്പോഴാണ് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് ഈ ജേർണിന്ന് മനസ്സിലായ കൺസിസ്റ്റൻസിയാണ് ഒരു ഓൺടർപ്രണർ ജേർണി സക്സസ്സിലോട്ട് നയിക്കുന്നത്. നമ്മളൊരു പാർട്ടിൽ ക്വിറ്റ് ചെയ്യാൻ ആസ് എ ടീച്ചർ എന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാനായതുകൊണ്ട് എനിക്ക് പല പ്രാവശ്യവും കുറേ സ്ട്രഗിൾ ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഫിസിക്കലി അങ്ങനെ ഒരുപാട് ഡിഫിക്കൽറ്റി വരുന്ന സമയത്തെല്ലാം ക്വിറ്റ് എന്നൊരു വേർഡ് മാത്രമേ എൻ്റെ തോട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ആഫ്റ്റർ മാരേജ് ഐ കെയിം ടു ദിസ് ജേർണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ 2.5 ഇയർ ആവുന്നു. ഫസ്റ്റ് ഇയർ എനിക്ക് ഭയങ്കര സ്ട്രഗിളായിരിക്കും. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. IT ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ അവർ പറയുന്നത് എന്താണ്, സംസാരിക്കുന്നത് എന്താണ്. ആദ്യം ഞങ്ങൾ പോയത് തന്നെ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് മന്തിന് എന്നെ ഒരു ഇവൻറ്റിനാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ആ ഇവൻറ്റിന് പോയപ്പോൾ ജസ്റ്റ് ആസ് എ വ്യൂവർ എന്ന രീതിയിൽ ഞാൻ എല്ലാവരും ആസ് എ ട്രിവാൻഡ്രം ബേസ്ഡ് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഓൺടർപ്രണേഴ്സ് എന്ന രീതിയിലുള്ള ജേർണി അറിയാം. പക്ഷേ ഇത്രയും ഒരു വേൾഡ് ഓപ്പൺ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ത്രൂ ട്രാവൽസ് ഞങ്ങൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ മാക്സിമം ഞങ്ങളെ പേഴ്സണൽ ലൈഫിനേക്കാളും കമ്പനി ലൈഫ് എന്ന രീതിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രാവലിലെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉള്ളവരടുത്തും എനിക്ക് പറയേണ്ടതും അതാണ്. സോ ത്രൂ ദ ട്രാവൽ ഉള്ളി നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ ഇത്രയും വേൾഡ് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ ഡെവലപ്മെൻറ്റ് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഇവിടുത്തെ അവയർനെസ് കുറവാണ്. സോ ത്രൂ ദിസ് അവയർനെസ് നമ്മൾ ആ ഒരു ജേർണിയിലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഈവൻ ഇവിടെയുള്ള സ്കൂളിലായാലും കോളേജസിലായാലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പോഴായാലും ഞാൻ 10th പഠിച്ച സിലബസാണ് ഇപ്പോഴത്തെ 10th കുട്ടികളും ഫോളോ ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. സെയിം പാറ്റേൺ സെയിം ക്വസ്റ്റ്യൻസ് ഫോർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് പോകുന്നവർക്കാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും സെയിം പാറ്റേൺ. ഒരു ഓഡിയോ വിഷ്വൽ വന്നു കഴിഞ്ഞു, പക്ഷേ എങ്കിൽ പോലും 10 വർഷം മുന്നേ റെക്കോർഡ് ചെയ്ത വീഡിയോസാണ് ഇപ്പോഴും പോകുന്നത്. കുട്ടികളായാലും ഇരിക്കുന്നത് സെയിം. ഓൺലൈൻ ക്ലാസ്സസ് വന്നു, പല രീതിയിലുള്ള ക്ലാസ്സസ് വന്നാൽ പോലും അവിടെ ഡെവലപ്മെൻറ്റ് ഓൺടർപ്രണേഴ്സ് എന്താണ്, അല്ലെങ്കിൽ IT AI ഇതെന്താണ് വരുന്നത് ഒന്നും അറിയത്തില്ല. എല്ലാം ഒരു 10-20 വർഷം മുന്നേ പഠിച്ച ആ സംഭവം തന്നെയാണ് ഇപ്പോഴും എല്ലാവരും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സോ ആസ് ഫസ്റ്റ് തുടങ്ങേണ്ടത് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണം. സോ ആ ലെവലിൽ വന്നാൽ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് ആ ഒരു അവയർനെസ്സും അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറി വരത്തുള്ളൂ. Thank you so much. With one last question, one very last question, we are going to wind up this session. That session is nothing about അതിന് മുന്നേ ഞാൻ ഈ രാവിലെ മുതൽ ഇത്രയും നേരം ഇരുന്ന് സെഷൻസ് എടുത്തതിൽ ഞാൻ കുറച്ച് വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഈസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി, ടെനാസിറ്റി, പേഷ്യൻസ്, ട്രസ്റ്റ്വർത്തിനെസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും വലിയ ഒരു ഒറ്റ പദം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യം ഓൺടർപ്രണർഷിപ്പിൽ വേണ്ടത് പേഴ്സണലി ഐ പേഴ്സണലി ബിലീവ് ദിസ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാതെ, സാമ്പത്തിക അച്ചടക്കം ഇല്ലാണ്ട് നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. എവിടെ സ്പെൻഡ് ചെയ്യരുതെന്നും എവിടെ സ്പെൻഡ് ചെയ്യണമെന്നും ആക്ച്വലി വി ഹാവ് ലേൺ ത്രൂ ദിസ് ഇവൻറ്റ് ആസ് വെൽ. ദർസ് എ കോസ്റ്റ് ഓഫ് having an event, and we are not going to stop over here. This is a huge learning for us, big learning for us in many ways. We benefited from it, from this. We lost a lot of money as well, but that's a learning, and that's how you learn set of things. അപ്പോൾ എനിക്ക് നിങ്ങളോട് ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം, സാധാരണ വീടുകളിലൊക്കെയും നമ്മുടെ എല്ലാവരുടെ വീടുകളിലും അമ്മമാരാണ് സാധാരണ കൂടുതലും കൈകാര്യം ചെയ്യുന്നതിൽ, അത് പ്രിസർവ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ മിക്ക സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഫിനാൻസ് അതിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റ്സും കാര്യങ്ങളെല്ലാം കൂടുതൽ അവിടെ സ്ത്രീകളെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. കാരണം വീട്ടിലത് ഹാൻഡിൽ ചെയ്ത് ഹൗസ് ഹോൾഡ് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അറിയാം 10 രൂപയുടെ മേടിക്കേണ്ടത് 5 രൂപയ്ക്ക് എങ്ങനെ മേടിക്കണമെന്നും 5 രൂപയ്ക്ക് മേടിക്കേണ്ടത് 1 രൂപയ്ക്ക് എങ്ങനെ മേടിക്കണമെന്നും 1 രൂപയ്ക്ക് മേടിക്കേണ്ടത് ഒന്നും കൊടുക്കാതെ എങ്ങനെ മേടിക്കണമെന്നും. അപ്പോൾ എന്ത് തോന്നുന്നു സ്ത്രീകൾക്ക് എന്നല്ല, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഞാൻ നേരത്തെ മുതലേ രാവിലെ മുതലേ KFCയുടെ സെഷനിലായാലും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെഷനിലായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. SIP, SWP, ഫിനാൻഷ്യൽ ലിറ്ററസി. SIP എന്താണെന്നോ SWP എന്താണെന്നോ പൈസ കിട്ടുക, ബാങ്കിൽ കൊണ്ടിടുക, FD കൊണ്ടിടുക, അതിൻ്റെ പലിശ മേടിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടുക, അതിൻ്റെ പലിശ മേടിക്കുക, ഇല്ലെങ്കിൽ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ വെറുതെ ഇരുന്ന് നോക്കിയിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കലാപരിപാടികൾ. ഇതിനും അപ്പുറം മുന്നോട്ട് പോകണ്ടേ. അതിന് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ വീഡിയോ വളരെ ഫെമിലിയറാണ്, വളരെ വൈറലാണ്. ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഉത്തരം എസ് ആണെങ്കിൽ മുന്നോട്ടും നോ ആണെങ്കിൽ പുറകിലോട്ടും വരിക. എസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും പുരുഷന്മാർ, നോ എന്ന് പറഞ്ഞ് പുറകിലോട്ട് വരുമ്പോഴത്തേക്കും. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യവും ഫിനാൻഷ്യൽ ലിറ്ററസിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളിൽ എത്ര പേരാണ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒരു ഓൺട്രപ്രണർഷിപ്പിന് ജെൻഡറിൻ്റെ ബേസും ഇല്ലാണ്ട് ചോദിക്കുകയാണ്, അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമല്ലേ? എല്ലാ ഈവൻ സ്കൂൾ തൊട്ട് നമ്മൾ കുട്ടികൾക്ക് പൈസ പോക്കറ്റ് മണി കൊടുക്കുകയാണെങ്കിലും ദേ ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു സ്പെൻഡ്. നമ്മളല്ല അവരോട് പറയേണ്ടത് നിങ്ങൾ ഇന്ന സാധനം വാങ്ങണം. ദേ ഹാവ് ടു ചൂസ്, ദേ ഹാവ് ടു ബൈ ദെംസെൽസ്. വി ക്യാൻ ഗൈഡ് ദെം, നത്തിങ് റോങ്. നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ ടു ചാനലൈസ് ദെം, വി ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. പക്ഷെ ഓരോരുത്തരും ചൂസ് ചെയ്ത് നോക്കി പൈസ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വരുള്ളൂ. സ്പെഷ്യലി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പേഴ്സണലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ പുറത്തെ കൺട്രീസ് കാണുന്ന പോലെ ഏർലി ഏജിൽ തന്നെ ചെറിയ ചെറിയ രീതിയിലായാലും വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്പെഷ്യലി ഫോർ എ കമ്പനി ഫിനാൻസ് മാനേജ്മെൻറ്റ് ഇസ് വെരി വെരി ക്രൂഷ്യൽ. അത് നമ്മളെ ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഓപ്പറേഷൻസ് പിവറ്റ് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ചാനലൈസ് ചെയ്യണം, എങ്ങനെ ഒരു ബിസിനസ് സസ്റ്റൈനബിൾ ആക്കണം എന്നുള്ളതിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബോത്ത് മെൻ ആൻഡ് വുമൻ രണ്ടാൾക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഈസ് വെരി റിക്വയർഡ്. So I learned my way very hard, okay, because I'll tell you, because I didn't have the financial literacy, which I don't know even if I have it right now fully, but then at least I can manage now, because of which I lost a lot of money. Financial literacy is equal to financial discipline. So if you don't know what to do with the money in the right way, you lose money. It's as simple as that. So definitely that is very important. And if you are not financially literate, then please hire a person who knows that. That is most important for an entrepreneur. Don't try to do everything if you don't know. ഞാൻ തന്നെ വേണം, ഞാൻ തന്നെ എല്ലാം ചെയ്യും, ഞാൻ തന്നെ ഇത്. Don't think like that. Hire a person if you are not capable of something. If you feel that you still have to learn more, do not compromise. Just hire. And otherwise, if you want to learn, just invest time in that. But this is very, very important. Otherwise, you lose the money. You can definitely learn from this, but if you can avoid, that is much better. ദീപ മാം പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എല്ലാവർക്കും വേണം. ആക്ച്വലി അത് ഏത് മുതൽ നമ്മൾ സ്കൂളിൽ മുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഇൻഡിവിജ്വൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ അവർ സക്സസ്സിലോട്ട് നമുക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. എവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, എവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഒരാൾക്ക് ഒരിതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈഫ് ലീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വിമൻസിന് മാത്രം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാറുണ്ട് വിമൻസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന രീതിയിൽ. നോട്ട് ഓൺലി വിമൻസ്, മെന്നും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. രണ്ടുപേരും ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻസ് രണ്ട് പേർക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണം. ഫിനാൻഷ്യൽ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു എഡ്യൂക്കേഷനും പ്രോപ്പറായിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോഴത്തെ സൊസൈറ്റി നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ അത് ബേസിക് മുതൽ
പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. ട്രൈ ഔട്ട് ചെയ്യണം. കാരണം എനിക്കിപ്പോൾ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാം. ഒരു മാസം എനിക്ക് 3 രൂപ സേവിങ് എന്ന രീതിയിൽ ചൈൽഡ്ഹുഡ് മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പാരൻസ് ആണെങ്കിൽ കുട്ടികളെ ഒരു PG വരെ അവരെ ഇതിലാണ് പഠിപ്പിച്ചു വരുന്നത്. നമ്മൾ എബ്രോഡിലൊക്കെ പോകുമ്പോൾ 18 ഇയേഴ്സ് ആയാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് പാർട്ട് ടൈം ജോബും അതെല്ലാം ചെയ്ത് അവർ പോകുന്നവരായിരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ഒരു പകുതി മെജോറിറ്റിയിൽ ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ട്. കാരണം പാർട്ട് ടൈം ജോബ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ അവൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നൊരു തോട്ട് ഇവിടുത്തെ പാരൻസിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു മെജോറിറ്റി പാരൻസ് ഒരിക്കലും ആ കുട്ടികളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ഒരു ചൈൽഡ്ഹുഡ് ഏജിൽ വിടത്തില്ല. സോ ആ ഒരു പാരൻ്റൽ മെൻറ്റാലിറ്റി മാറാതെ നമ്മൾ സൊസൈറ്റിയിൽ ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. See, for initially, you're an entrepreneur. For the first year, if you are a sole proprietor, okay, what I learned from my life is that do not take your salary from that then. Till your business becomes at least no profit, no loss, you cannot take the money from that. You have to keep reinvesting. What happens is people take money from the minus account that you're already running, which is again a big problem. I did that. I lost a lot of opportunities like that. So you should actually treat your business in the same way like some other companies treating their different departments. You have to become professional. If you try to take out money from a bleeding business, it will bleed more. So that comes out of the financial literacy. A person maximum ഒരു കുട്ടി പഠിക്കുന്നത്, ഒരു കോമേഴ്സിൽ പഠിക്കുന്നത് ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യാനോ ആ പരീക്ഷ പാസ്സാവാനും മാത്രമായിരിക്കും. പക്ഷെ ആ ലിറ്ററൽ സെൻസിൽ അതിനെ പഠിപ്പിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ആർക്കും അറിയത്തില്ല. സോ ദാറ്റ്സ് നോട്ട് ദ മിസ്റ്റേക്ക് ഓഫ് ദി പീപ്പിൾ ഹു ജസ്റ്റ് സ്റ്റാർട്ടഡ് ബിസിനസ്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ബിക്കോസ് നമ്മുടെ ആ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ അത് വന്നിട്ടില്ല ഇതുവരെ. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. സോ ഐ ഫീൽ ദാറ്റ് you should literally treat your business like that. You cannot take out the money from the business. ആൻഡ് നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പം 2-3 സിഗ്നേച്ചേഴ്സ് റിക്വയർഡ് ആണല്ലേ. ഒരു മണി വിഡ്രോവലിൻ്റെ പുറകെ 2-3 സിഗ്നേച്ചേഴ്സ് വരും. ബിക്കോസ് അത്രയും ഡിസിപ്ലിൻഡ് ആയി പോയാൽ മാത്രമേ ആ ഫൈനാൻസിനെ നമുക്ക് കറക്റ്റായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് വി ട്രീറ്റ് ദാറ്റ് എൻ്റെ മണിയല്ലേ, അത് ലോസിലാണെങ്കിൽ ഞാൻ എടുക്കാം, ഇന്ന് എനിക്കൊരു പേഴ്സ് ഇഷ്ടപ്പെടുമ്പോൾ അവിടെ പോയി ആ പൈസ കൊണ്ട് ആ പേഴ്സ് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഓക്കെ, യു ഹാവ് ടു ലിറ്ററലി നമ്മൾ വയറ്റിൽ ഇങ്ങനെ തുണി കെട്ടി വെച്ച് തന്നെ നമുക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ. ടിൽ ദ ടൈം യു ഡോണ്ട് ബ്രിങ് ഇറ്റ് ടു നോ പ്രോഫിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു ലോസ് ഇല്ല, പ്രോഫിറ്റ് ഇല്ലാത്ത അവസ്ഥയിലെങ്കിലും എത്തുന്നവരെ you should not withdraw is my learning. I don't know what about others, but that's it. Amazing. Well, thank you so much, our beloved dear and near women entrepreneurs. Thank you so much. Over to you, my dear entrepreneur, MC. സോ ഞാൻ ലേൺ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ, ഈവൻ ഇൻ മൈ ബിസിനസ് ഓൾസോ, ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോർ 6 months. ലൈക്ക് റെൻറ്റ്, സ്റ്റാഫിൻ്റെ സാലറീസ് എല്ലാം ഞാൻ ആ ഒരു ബാക്കപ്പിൽ നിന്നാണ് കൊടുക്കാൻ വേണ്ടി പ്രതീക്ഷ. ബിക്കോസ് ഐ നോ ദാറ്റ് ഓക്കെ 3 months ആയിട്ടും എനിക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം ഗോണ ക്വിറ്റ്. ദാറ്റ്സ് എ മെൻറ്റാലിറ്റി. ഓക്കെ, വരുന്നില്ല, ഓക്കെ നമുക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് യൂഷ്വലി ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ്, you need to have some backups. That's a very important thing. Otherwise you will feel that okay, this is not going to work and I really need to quit. Ma'am നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്വിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈസ് we don't have the financial backups. So that is the one thing I really want to add up on here. ഇനി വരുന്ന entrepreneursന്, if you really want to start a new business, do have some backups. Yes. All right, thank you. Not everyone is fortunate enough to have a backup also. Okay, we need to understand that. People out here, see, that is a very privileged situation for people that, you may, normally, the business norm says that ഒരു 6 മാസത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുവാണെങ്കിൽ ജീവിതം സുഖമായി പോകും. എംപ്ലോയീസ് ക്വിറ്റ് ചെയ്യത്തില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല, EMIs സമയമായിട്ട് പോകും. ബട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ്, as a life coach, okay, this is where my thing comes. You should really learn to have
your mindset in control. You should learn, you should at least practice meditation and lot of other techniques too, and learn to visualize also. There are certain things beyond your normal things. So I would say, even if you don't have the money, but if you have the right plan and if you're prepared mentally, don't wait for anything. Just start, get into it. And then the universe will conspire and bring you everything that you want. But your vision has to be very strong. It should not fail. That's it. अंदर प्रेरणा